80കളിലെ സുവർണ കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ നിലവാരമുയർത്തുന്നതിൽ മമ്മൂട്ടി എന്ന നടൻ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. മമ്മൂക്ക അഭിനയിച്ച ഓഗസ്റ്റ് 1 എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഫ്ലിക്സ് അൺകട്ടിന്റെ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. 1988 പുറത്തിറങ്ങിയ ഒരു മലയാളം ഇൻവെസ്റ്റിഗേറ്റീവ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഓഗസ്റ്റ് 1. സിബി മലയിൽ സംവിധാനം ചെയ്ത് SN സ്വാമിയുടെ രചനയിൽ മമ്മൂട്ടി, സുകുമാരൻ, ക്യാപ്റ്റൻ രാജു എന്നിവർ തകർത്തഭിനയിച്ച ചിത്രമാണ് ഓഗസ്റ്റ് 1. ഓഗസ്റ്റ് 1 കാണാത്തവരായി ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഈ ചിത്രം ലഭ്യമാണ്. നിങ്ങൾക്കറിയാമോ, ഓഗസ്റ്റ് 1 എന്ന സിനിമ ഫ്രെഡറിക് ഫോർസിത്തിന്റെ 1971 ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ത്രില്ലർ നോവലായ ദി ഡേ ഓഫ് ദി ജാക്കലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതേ പേരിൽ 1973 ഫ്രെഡ് സിൻമാൻ ഡയറക്ട് ചെയ്ത ഒരു ഹോളിവുഡ് ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. ഫ്രാൻസിന്റെ പ്രസിഡന്റായ ചാൾസ് ഡി ഗിലെ കൊല്ലാൻ ഫ്രഞ്ച് വിമത അർദ്ധ സൈനിക സംഘടനയായ OAS കരാർ ചെയ്ത ഒരു പ്രൊഫഷണൽ കൊലയാളിയെ കുറിച്ചാണ് നോവലും സിനിമയും. അല്പം മലയാളി ആവിഷ്കാരം ഒക്കെ ഒഴിച്ചാൽ 1973 ഇറങ്ങിയ ദ ഡേ ഓഫ് ദി ജാക്കൽ എന്ന സിനിമയിലെ കഥാ ആവിഷ്കാരമൊക്കെ തന്നെയാണ് ഓഗസ്റ്റ് 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദി ഡേ ഓഫ് ദി ജാക്കലിൽ ഫ്രഞ്ച് വിമത അർദ്ധ സൈനിക സംഘടനയായ OAS സംഘം പ്രസിഡന്റ് ചാൾസ് ഡി ഗിലെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓഗസ്റ്റ് 1 സ്വന്തം പാർട്ടിയിലെ മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്താൻ പാർട്ടിയിലെ മറ്റു മുതിർന്ന അംഗങ്ങൾ ശ്രമിക്കുന്നതാണ് കഥ. ഇതിനായി രണ്ട് സിനിമയിലും ഒരു വാടക കൊലയാളിയെ കൊണ്ടുവരുന്നുണ്ട്. ദി ഡേ ഓഫ് ദി ജാക്കൽ എന്ന ഹോളിവുഡ് മൂവിയിൽ എഡ്വേർഡ് ഫോക്സ് ആണ് അഭിനയിച്ചത്. എഡ്വേർഡ് ഫോക്സ് ക്യാപ്റ്റൻ രാജുവായി നമ്മുടെ ഓഗസ്റ്റ് 1 പുനർജനിച്ചു. രണ്ട് സിനിമകളിലും കൊലയാളിയെ അതീവ നിഗൂഢത നിറഞ്ഞ ഒരു മനുഷ്യനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മൈക്കൽ ലോൺസ്റ്റെയിൽ ഡിറ്റക്റ്റീവായി ഡേ ഓഫ് ദി ജാക്കലിൽ അഭിനയിച്ചപ്പോൾ മമ്മൂക്ക പെരുമാളായി ഓഗസ്റ്റ് 1 അവതരിച്ചു. രണ്ട് സിനിമകളിലെയും കഥാസന്ദർഭങ്ങളും ആവിഷ്കാര ശൈലിയും ഏകദേശം ഒന്നാണെന്ന് കാണാം. ഉദാഹരണത്തിന് TV-യിൽ അനൗൺസ്മെന്റ് വരുമ്പോൾ കൂട്ടുകാരനെ വാടക കൊലയാളി കൊല്ലുന്നതൊക്കെ അതേപോലെ ഓഗസ്റ്റ് 1 പകർത്തിയിട്ടുണ്ട്. മലയാളിവൽക്കരണത്തിന്റെ ഭാഗമായി കേരള മുഖ്യൻ മുണ്ടെടുത്തപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് സ്യൂട്ടിൽ തന്നെ നിലയുറപ്പിച്ചു. ഫ്രെഡറിക് ഫോർസിത്ത് എന്ന നോവലിസ്റ്റിനെ കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു സിനിമാ പ്രേക്ഷകന്റെ വീക്ഷണകോണിൽ നിന്ന് ചിന്തിക്കുമ്പോൾ സമവാക്യങ്ങൾ ആകെ മാറി. ഓഗസ്റ്റ് 1 പ്രേക്ഷകർക്ക് ഒരു വ്യത്യസ്ത ത്രില്ലർ അനുഭവം തന്നെയായിരുന്നു. രണ്ടു സിനിമയിലും പരേഡ് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് കൊലയാളി ആരും അറിയാതെ കടക്കുന്നു. ദ ഡേ ഓഫ് ദി ജാക്കലിൽ മുടന്തനായി കൊലയാളി കടക്കുന്നതിനോടൊപ്പം തോക്കിന്റെ ഒരു പരിവർത്തിത രൂപം ക്രച്ചസായി ഉപയോഗിക്കുന്നു. ഇതേ സ്റ്റൈലിലുള്ള തോക്ക് തന്നെയാണ് ഓഗസ്റ്റ് 1 ഡയറക്ടർ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണാം. മേ ബി അതൊരു ഡയറക്ടർ ബ്രില്യൻസ് ആയിരിക്കാം. ഇനി ക്ലൈമാക്സ് നോക്കിയാൽ ദ ഡേ ഓഫ് ദി ജാക്കലിൽ കൊലയാളിയായ എഡ്വേർഡ് ഫോക്സ് ഉയരമുള്ള ഒരു കെട്ടിടത്തിൽ നിന്ന് വെടിവെക്കാൻ ശ്രമിക്കുമ്പോൾ ഓഗസ്റ്റ് 1 കൊലയാളിയായ ക്യാപ്റ്റൻ രാജു പരേഡ് ഗ്രൗണ്ടിൽ പോലീസുകാരനായി നിന്ന് മുഖ്യനെ തോക്കിന്റെ പാത്തി കൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ നോക്കുന്നു. കൊലയാളിയെ മനസ്സിലാക്കിയ ഡിറ്റക്റ്റീവ് ദ ഡേ ഓഫ് ദ ജാക്കലിൽ ഇരുന്നു കൊണ്ട് കൊലയാളിയെ വെടിവെച്ച് വീഴ്ത്തുമ്പോൾ ഓഗസ്റ്റ് 1 മമ്മൂക്ക എയറിൽ നിന്നുകൊണ്ട് കൊലയാളിയെ വെടിവെച്ചിടുന്നു. കൊലയാളിയുടെ ശവം സിമിത്തേരിയിൽ അടക്കം ചെയ്ത് ഡിറ്റക്റ്റീവ് മൈക്കൽ ലോൺസ്റ്റെയിൽ മടങ്ങുമ്പോൾ മമ്മൂക്ക ക്യാപ്റ്റൻ രാജുവിനെ പുറംപോക്കിൽ കുഴിച്ചിട്ട് ക്രോസ് വെക്കുന്നിടത്ത് ഓഗസ്റ്റ് 1 അവസാനിക്കുന്നു. കേരളത്തിലെ കലുഷിത രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ദ ഡേ ഓഫ് ദി ജാക്കലിന്റെ പ്ലോട്ട് പറിച്ചു നട്ടത് വളരെ ധീരമായിരുന്നു എന്നൊക്കെ പുകഴ്ത്തി പറയണമെന്നുണ്ടെങ്കിലും ഓഗസ്റ്റ് 1 വർഷങ്ങളായി മലയാളത്തിലെ സ്വന്തം സിനിമ എന്ന് വിശ്വസിച്ചിരുന്ന എന്നെ പോലെയുള്ള സാധാരണ സിനിമാ പ്രേമികൾക്ക് ദ ഡേ ഓഫ് ദി ജാക്കൽ കാണുമ്പോൾ ഓഗസ്റ്റ് 1 എന്ന സിനിമ ഹോളിവുഡിൽ നിന്ന് ചുരണ്ടിയതാണോ എന്നൊരു സംശയം തോന്നിയാൽ കുറ്റം പറയാനാകുമോ? ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ്സായി രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.